السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ മുതഅല്ലിം സുഹൃത്തുക്കളെ, അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെയും കാണലിനെയും പറയലിനെയും പിരിയലിനെയും എല്ലാം അവൻ ഇഷ്ടപ്പെട്ട സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഹൃദയത്തെ അള്ളാഹു എല്ലാ ദുർഗുണങ്ങളിൽ നിന്നും ശുദ്ധമാക്കി ഏറ്റവും സമാധാനമുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുമാറാകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. മനുഷ്യൻ എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് ദേഹം, ദേഹി, ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ്. ഈ കാണുന്ന പ്രത്യക്ഷമായ ശരീരം, അതിന് മനുഷ്യൻ എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇതല്ല മനുഷ്യൻ, മറിച്ച് മനുഷ്യന്റെ ആത്മാവാകുന്നു, റൂഹ് ആകുന്നു. ആ റൂഹിന്റെ ശുദ്ധീകരണം കൊണ്ടാണ് മനുഷ്യൻ പരിപൂർണമായ മനുഷ്യനായി തീരുന്നത്. അത് ഇല്ലെങ്കിലോ അവൻ മറ്റ് ജീവികളെക്കാൾ, മറ്റ് ജീവികളിലെ ഏറ്റവും നീച നികൃഷ്ടജീവിയേക്കാൾ അധപതിച്ചവനായി മാറുന്നു. മനുഷ്യ ഹൃദയത്തിന് പലപ്പോഴും വേണ്ടാത്തരങ്ങളിലേക്ക് ഒരാകർഷണീയതയുണ്ട്. അതിനനുസരിച്ചാണ് അവന്റെ ജീവിതമെങ്കിൽ ആ ഖൽബ് വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് എത്തിച്ചേരുന്നത്. അള്ളാഹു നമുക്ക് കണ്ണ് നൽകിയിട്ടുണ്ട്, കാത് നൽകിയിട്ടുണ്ട്, നാക്ക് നൽകിയിട്ടുണ്ട്, മൂക്ക് നൽകിയിട്ടുണ്ട്, കൈകാലുകൾ നൽകിയിട്ടുണ്ട്, മറ്റംഗങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവകളൊക്കെ യഥാർത്ഥത്തിൽ ചലിക്കുന്നത്, പ്രവർത്തിക്കുന്നത് ഈ ഹൃദയമാകുന്ന ആ യഥാർത്ഥ കേന്ദ്രത്തിന്റെ ഉപദേശ നിർദ്ദേശം അനുസരിച്ച് മാത്രമാകുന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥ മനുഷ്യൻ ഈ ഖൽബാകുന്നു. അത് നന്നായാൽ എല്ലാം നന്നായി. അതെങ്ങാനും മോശപ്പെട്ടാലോ അവനേക്കാൾ മോശപ്പെട്ട ഒരുത്തരും ഉണ്ടാകില്ല. അത്ര സ്വാധീനമാണ് ഈ ഖൽബിനുള്ളത്. മഹാന്മാരായ സൂഫിയാക്കൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഒരർത്ഥമേ ഉദ്ദേശിക്കാറുള്ളൂ. മനുഷ്യൻ മനുഷ്യനാകണമെങ്കിൽ അവന്റെ ഹൃദയം നന്നായേ പറ്റൂ, അല്ലാതിരുന്നാൽ പറ്റില്ല. അതിനു വേണ്ടിയിട്ട് അവർ ധാരാളം പേജുകളും ധാരാളം സമയങ്ങളും വിനിയോഗപ്പെടുത്തിയിട്ടുണ്ട്. മഹാന്മാരായ മശായിഖന്മാരെ സമീപിക്കുന്ന സാധാരണക്കാരിൽ അല്പം ഭേദപ്പെട്ടവർ, വളരെ ഉന്നതിയിലുള്ളവർ, ഇവരൊക്കെ അവർക്ക് പലവിധ ആവശ്യങ്ങളുണ്ടാകും. നമ്മെപ്പോലുള്ളവർ ഒരു ദുആ ചെയ്യാൻ പറ്റുന്ന ആളുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്, സാധാരണക്കാരന്റെ മനസ്സിൽ വരുന്നത്, ജീവിതത്തിൽ പലവിധ തട്ടുമുട്ടുകളുമുണ്ട്. അധ്വാനിക്കുക, പക്ഷേ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്നും കടവും കള്ളിയുമായിട്ട് കഴിഞ്ഞുകൂടുന്നു. ഇതായിരിക്കും ചില ആളുകൾക്ക്, അല്ല അധികം ആളുകൾക്കും, ഒരു ദുആക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ആളാണെന്ന് തോന്നിയാൽ പറയാനുള്ളത്. മറ്റു ചില ആളുകൾക്ക് പറയാനുള്ളത് ഇതല്ല, എൻ്റെ കുടുംബത്തിൽ എന്നും രോഗമാണ്,
രോഗം വിട്ടൊഴിയുന്ന ഒരവസ്ഥയുമില്ല. മക്കൾ ഗൾഫിലുണ്ട്, വേണ്ടപ്പെട്ടവർ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും തിടുക്കം തീരുന്നില്ല. നല്ല വരുമാനമുണ്ട്, പക്ഷേ വരുമാനങ്ങളൊക്കെ ഓവുചാല് പോലെ എൻ്റെ കുടുംബത്തിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോവുക എന്നല്ലാതെ ഒരു ഗുണത്തിലും പെടുന്നില്ല. ചിലർക്ക് അങ്ങനെയാണ് പറയാനുള്ളത്. വേറെ ചിലർക്ക് പറയാനുള്ളത്, എനിക്ക് ഇബാദത്തിലൊന്നും യാതൊരു രുചിയുമില്ല, നിസ്കാരം അത് യാന്ത്രികമായിട്ട് എന്നിലൂടെ അങ്ങനെ നടന്നു പോകുന്നു, സമയമായാൽ നിസ്കരിക്കുന്നുണ്ട്, നിസ്കാര ശേഷമുള്ള വിറുതുകളൊക്കെ നിലനിർത്താറുണ്ട്, അതിലെ ഹദ്ദാദും ഹിസ്ബുൽ ബഹറും ഹിസ്ബുൻ നസ്റും ഒക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും എൻ്റെ മനസ്സറിയുന്നില്ല, തൊലിപ്പുറം ദിക്ർ മാത്രമായിട്ട് രൂപപ്പെടുന്നു. ഇതായിരിക്കും ചിലർക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട് മഹാന്മാരെ സമീപിച്ചാൽ ആ മഹാൻ ഈ ചെന്ന ആളുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നു. അയാളുടെ ചുണ്ടിൽ നിന്ന് വരുന്ന ആ വാക്കിലേക്കോ അയാൾ പറയുന്ന ഈ സംസാരത്തിലേക്കോ അല്ല ശ്രദ്ധിക്കുന്നത്, മറിച്ച് അവൻ്റെ ഹൃദയത്തിൽ എന്ത് രേഖപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കുന്നു. ആ നോക്കിയിട്ട് അവൻ്റെ കുറവ് എവിടെയെന്ന് ആ ഷെയ്ഖ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുന്നു. ചിലരോട് പറയാനുണ്ടാവുക, നിന്റെ കുടുംബത്തിൽ നല്ല നിലക്കല്ല നിന്റെ പെരുമാറ്റം, നിന്റെ ജീവിച്ചിരിക്കുന്ന ഉമ്മ വളരെ വിദൂരത്താണല്ലോ താമസിക്കുന്നത്, ആ ഉമ്മയെ നീ കണ്ടിട്ട് എത്ര നാളായി, ആ ഉമ്മക്ക് നിന്നോടുള്ള വെറുപ്പ് വളരെ കൂടുതലാണല്ലോ. ഇതായിരിക്കും ആ ഷെയ്ഖിന് ഇവന്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് പറയാനുണ്ടാവുക. മറ്റു ചിലരോട് പറയാനുണ്ടാവുക, നീ ഇങ്ങനെ വളരെ സാധുവായിട്ട് അടക്കവും ഒതുക്കവും ഉള്ളവനായിട്ട് നടക്കുന്നുവെങ്കിൽ തന്നെ നിന്റെ ഹൃദയത്തിൽ നീ വളരെ വലിയവനാണെന്നുള്ള ഒരു ധാരണയാണ് വെച്ച് നടക്കുന്നത്. ചിലരോട് പറയാനുണ്ടാവുക, നീ ഒരു കാര്യം വേണം, വൈകുന്നേരം 3 മണി മുതൽ 3:30 മണി മുതൽ 4:30 മണി വരെ നിന്റെ വീട്ടിൻ്റെ റൂമിൽ തന്നെ ഒതുങ്ങിയിരിക്കണം, മറ്റൊടുത്തേക്കും പോകാൻ പാടില്ല. ആ റൂമിൽ ഒതുങ്ങിയ ജീവിതമാകണം. 3:30 മുതൽ 4:30 വരെ 1 മണിക്കൂർ. എന്തേ അയാളോട് അങ്ങനെ പറയാൻ കാരണം? എന്തേ മറ്റാളോട് അങ്ങനെ പറയാൻ കാരണം? അത് ഈ മുറബി, ഈ ഷെയ്ഖ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് നോക്കിയിട്ട് കുറവുള്ള കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കുകയും അതിനുള്ള പ്രതിവിധി നൽകുകയും ചെയ്യുന്നു. 3:30-കാരനോട് പറയാനുണ്ടായ കാരണം, ഇവൻ സ്കൂൾ വിടുന്ന സമയത്ത് മെല്ലെ ആ റോട്ടിലേക്ക് ഇറങ്ങി ആ സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടികളെ അനാവശ്യമായ നോട്ടവും അനാവശ്യമായ ചിന്തയുമായിട്ടാണ് എന്നും കഴിഞ്ഞുകൂടുന്നത്. ഇവൻ നിസ്കരിക്കുന്നുണ്ട്, ഇവൻ മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, റെഡിയാണ്. പക്ഷേ ഇവന്റെ മനസ്സിൽ നിസ്കരിക്കാൻ നിന്നാൽ അവിടെ നിന്ന് കണ്ട ആ രൂപവും ഇപ്പുറത്തുനിന്ന് കേട്ട കിളികിളി ശബ്ദവും ഇതാണ് ഇവനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവന് നിസ്കാരത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള മനസ്സിന് വിവിധങ്ങളായ അവസ്ഥകളാകുന്നു. ഒരു ഷെയ്ഖിനെ കാണാൻ വേണ്ടിയിട്ട് മറ്റൊരാള് പുറപ്പെട്ടു. അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്ന കാര്യം ഇത് തന്നെയാണ്. പക്ഷേ ഈ പറയപ്പെട്ട ദുർഗുണങ്ങളൊന്നും അയാളുടെ മനസ്സിലില്ല. ഷെയ്ഖിനോട് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ എന്നും നിസ്കാരം അതുപോലുള്ള ഇബാദത്തുകളൊക്കെ കൃത്യമായിട്ട് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ കഴിവിൻ്റെ പരമാവധി കുറ്റമറ്റതാക്കാൻ ഞാൻ ശ്രമിക്കാറുമുണ്ട്. പക്ഷേ എൻ്റെ മനസ്സ് ഈ നിസ്കാരവുമായിട്ട് അങ്ങോട്ട് ഒട്ടിച്ചേരുന്നില്ല. ഞാൻ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പടച്ചവനെ കുറിച്ച് ആ കിബിരിയ ഓർമ്മ വരേണ്ടതുണ്ടല്ലോ, അത് വരുന്നില്ല. ഞാൻ സുജൂദ് ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ വിനയമുള്ളവനാവേണ്ടതല്ലേ, പക്ഷേ എൻ്റെ മനസ്സിലേക്ക് അത് വരുന്നില്ല. അതും ഞാനും തമ്മിൽ ഒരു ഏകാഗ്രത, അള്ളാഹുമായിട്ടൊരു ഏകാഗ്രത എനിക്ക് കിട്ടുന്നില്ല. അതിന് പരിഹാരമുണ്ടാക്കി തരണം. ഷെയ്ഖ് ഈ ചെന്ന ആളുടെ ഹൃദയത്തിലേക്ക് തൻ്റെ ടെലിസ്കോപ്പ് വെച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി. ഷെയ്ഖിന് അത് മതി. അങ്ങനെ നോക്കിയപ്പോൾ
ഇയാൾക്ക് കാര്യമായ തകരാറൊന്നുമില്ല, ഇയാൾക്ക് വേണ്ടാത്തരങ്ങളൊന്നുമില്ല, നല്ല സ്വഭാവമാണ്, കൃത്യമായ അമലുകളുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഈ പറയുന്ന രൂപത്തിൽ മനസ്സും കെട്ട് അള്ളാഹുവിൽ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്നൊരു കുറവൊഴിച്ച് മറ്റു കുറവുകളൊന്നുമില്ല. അതുകൊണ്ട് ഇയാളോട് പറഞ്ഞു, നിനക്ക് നിന്റെ കുടുംബത്തിൽ ഏറ്റവും താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തുക്കളിൽ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള സമ്പത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾ, ഈ മൂന്നിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണോ അത് നിങ്ങൾ എന്നോടൊന്ന് പറയണം. ഓ, ഞാനത് പറയാം, പക്ഷെ അത് പറയുമ്പോൾ മറ്റാരും കേൾക്കരുത്, അത്ര രഹസ്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ജന്മം നൽകിയ മകനെയല്ല, എന്നെ പ്രസവിച്ച ഉമ്മയെയല്ല, എൻ്റെ പിതാവിനെയല്ല, എൻ്റെ സമ്പത്തുണ്ട്, അവകളൊന്നുമല്ല. എനിക്ക് ഏറ്റവും താല്പര്യം എൻ്റെ തൊഴുത്തിൽ കെട്ടുന്ന പോത്താകുന്നു, പോത്തിനോടാണ്. ആ പോത്തിനെക്കുറിച്ചുള്ള ചിന്തയാണ് എല്ലാ നേരത്തും എനിക്കുള്ളത്. അതിരാവിലെ ഞാൻ ഉണരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എൻ്റെ പോത്താകുന്നു. ആ പോത്തിനെ തീറ്റലും അതിന് വെള്ളം കൊടുക്കലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കലും, അങ്ങനെ ഉറങ്ങുന്നത് വരെ ഈ പോത്തിനോടാണ് എനിക്ക് താല്പര്യം. ഇത് മറ്റൊരാളോട് പറയാൻ എൻ്റെ മനസ്സ് ഇതുവരെ അനുവദിച്ചിരുന്നുമില്ല. എല്ലാം കേട്ടുകൊണ്ട് ഷെയ്ഖ് പറഞ്ഞു, എങ്കിൽ താങ്കളൊരു കാര്യം ചെയ്യണം, വളരെ ലളിതമായൊരു കാര്യം. ഇന്ന് മുതൽ നിങ്ങൾ അത്യാവശ്യം ചെയ്യേണ്ടുന്ന കർമ്മങ്ങളൊക്കെ, നിർബന്ധ കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്കി മുഴുവൻ സമയം നിങ്ങൾ പോത്തിനെ പറ്റി തന്നെ ചിന്തിക്കുക. നിങ്ങളുടെ ആ പോത്ത് എന്ന ചിന്തയല്ലാതെ നിങ്ങളുടെ മനസ്സിൽ മറ്റൊന്നുണ്ടാകരുത്. അതന്നെ ചിന്തിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ വരണം. ഓ, അത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. കാരണം വളരെ കുറഞ്ഞ നേരം മാത്രമേ ഈ ചിന്ത ഇല്ലാത്തതുള്ളൂ. ആ സമയം കൂടി അത് അങ്ങോട്ടാക്കിയാൽ മതിയല്ലോ. അത് ഏറ്റെടുത്തു. അങ്ങനെ പോയി അടുത്ത ആഴ്ച വരെ അയാളുടെ കഴിവനുസരിച്ച് തൻ്റെ വളർത്തുപോത്തിനെ പറ്റി മാത്രം ചിന്തിച്ചിട്ട് ഒരാഴ്ച തികഞ്ഞപ്പോൾ വന്നു. വരുന്ന സമയത്ത് ഷെയ്ഖ് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അയാൾ വരുന്നുണ്ട്, അകലെ നിന്ന് തന്നെ കണ്ടു. പക്ഷേ ഒരു കാര്യമായ വ്യത്യാസമൊന്നും അയാളിൽ പ്രകടമാകുന്നില്ല. ഷെയ്ഖ് പറഞ്ഞു, കടന്നു വരൂ, എൻ്റെ റൂമിലേക്ക് കടന്നു വരൂ. അയാൾ കടന്നു വന്നു. ചോദിച്ചു, ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തോ? ചെയ്തു. പക്ഷേ ഞാനൊന്ന് പറയട്ടെ. ഷെയ്ഖ് പറഞ്ഞു, താങ്കൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ടില്ല, അതിൽ മുഴുകണം നിങ്ങൾ, എന്നിട്ടേ വരാൻ പാടുള്ളൂ. അടുത്ത ആഴ്ച വരണം. മുറബിയായ ഷെയ്ഖ് ഒറ്റ ആഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ടോ പെട്ടെന്ന് ആക്കിയെന്ന് വരില്ല. അതിന് ഷെയ്ഖു തർക്കിയത്ത് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഷെയ്ഖിനെ പറ്റി പറയുന്നുണ്ട്. ആ ആഴ്ച തിരിച്ചയച്ചു. രണ്ടാമത്തെ ആഴ്ച ഇയാൾ വരുമ്പോൾ ഇയാളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച വന്നതുപോലെയല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ അയാളിൽ ചില മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. കടന്നു വരൂ റൂമിലേക്ക്. അയാൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും കൊണ്ട് കടന്നു വന്നു. ഷെയ്ഖ് പറഞ്ഞു, വേണ്ടതുപോലെ ഇപ്പോഴും ആയിട്ടില്ല, അതുകൊണ്ട് പോകുക, അടുത്ത ആഴ്ച തിരിച്ചു വരിക. വരുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം പരിപൂർണമായിട്ട് നിർവഹിച്ചിട്ടാവണം വരേണ്ടത്. ഈ മനുഷ്യൻ പോയി. നേരത്തെയുള്ളതിനേക്കാൾ കൂടുതൽ ഈ ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ അയാൾ വ്യാപൃതനായി. മൂന്നാമത്തെ ആഴ്ച ഇതാ ഷെയ്ഖിലേക്ക് അയാൾ വരുന്നു. ഷെയ്ഖ് അകലെ നിന്ന് തന്നെ ഇയാളെ നോക്കി. ഇന്ന് അയാൾ വരുന്ന ദിവസമാണ്, വരുന്ന സമയമാണ്. കണ്ടു. വരുമ്പോൾ തന്നെ അയാളിൽ കാര്യമായ വ്യത്യാസമുണ്ട്. അയാൾ പുല്ല് കാണുമ്പോൾ അങ്ങോട്ട് തലതിരിക്കുന്നു, ഇങ്ങോട്ട് തിരിക്കുന്നു, ഫു എന്നുള്ള ശബ്ദത്തിൽ ചീറ്റിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്നു ഷെയ്ഖിൻ്റെ റൂമിൻ്റെ കവാടത്തിങ്കലെത്തി. ഷെയ്ഖിൻ്റെ റൂം ഒരു പൊളി മാത്രം, വാതിലിൻ്റെ ഒരു പൊളി മാത്രം തുറന്നു വച്ചിരിക്കുന്നു, മറുപൊളി കുറ്റിയിട്ടിരിക്കുകയാണ്. ഷെയ്ഖ് പറഞ്ഞു, കടന്നു വരൂ, ഇങ്ങോട്ട് കടന്നു വരൂ സുഹൃത്തെ. അയാൾ കടന്നു വരാൻ ശ്രമിക്കുന്നു, പക്ഷേ അയാൾക്ക് കഴിയുന്നില്ല. കടന്നു വരൂ, ധൈര്യമായിട്ട് വരൂ. അയാൾ പറഞ്ഞു, എൻ്റെ കൊമ്പ് തടയുന്നു, എൻ്റെ കൊമ്പ് ഈ വാതിലിൻ്റെ അപ്പുറവും ഇപ്പുറവും തടയുന്നത് കൊണ്ട് എനിക്ക് കടക്കാൻ കഴിയുന്നില്ല.
ചുരുക്കം അയാൾ ഈ 3 ആഴ്ച കൊണ്ട് ഈ പറയപ്പെട്ട കാര്യം കൃത്യമായിട്ട് നിർവഹിച്ചു. ആ വളർത്തുമൃഗത്തിൽ അങ്ങോട്ട് ലയിച്ചപ്പോൾ അയാളുടെ ഉള്ളു മുഴുവൻ അതായി തീർന്നു. അപ്പൊ കൊമ്പ് തടയുമല്ലോ. ഓ ശരി, വാതിൽ തുറന്നു, ഇദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. ആ മനസ്സിൽ ഇനി ആ പോത്ത് എന്നുള്ള ചിന്ത മാറ്റി അവിടെ അള്ളാഹുവിനെ ഇട്ടുകൊടുക്കുന്നതോട് കൂടെ ഇനി മുഴുവൻ സമയവും അയാളുടെ ഹൃദയം അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ടതായി മാറുന്നു. ഇങ്ങനെ മശായിഖന്മാർ ഘട്ടം ഘട്ടമായിട്ട് മനുഷ്യ മനസ്സിനെ നന്നാക്കാറുണ്ട്. മനുഷ്യന്റെ ഹൃദയം പലപ്പോഴും വേണ്ടാത്തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു മനുഷ്യന് നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമാണ് കണ്ണ്. മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആദ്യം സൃഷ്ടിക്കപ്പെടുന്നത് ഈ കണ്ണാകുന്നു. ഇന്ദ്രിയത്തുള്ളിയായിട്ട് 40 ദിവസം മാതാവിന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന ആ മനുഷ്യരൂപം പിന്നീട് 40 ദിവസം രക്തക്കട്ടയായിട്ട് കിടക്കുന്നു. അടുത്ത 40 ദിവസം അത് മാംസക്കട്ടയായി മാറി. ഇപ്പോൾ 120 ദിവസമായി, 4 മാസമായി. റൂഹൂതുന്ന സമയമാണ്. അതിന് 2 വിടവുകൾ ഉണ്ടാകുന്നു. ആ വിടവുകൾ രൂപപ്പെട്ട് അത് കണ്ണായിട്ട് മാറുന്നു. മനുഷ്യ ശരീരത്തിലെ ആദ്യത്തെ പ്രത്യക്ഷ അംഗമാണ് കണ്ണ്. മനുഷ്യ ശരീരത്തിൽ നിന്ന് അവസാനം ആത്മാവ് പിരിയുന്നതും കണ്ണിനോടാണത്രേ. മുത്തുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷെ അത് നമുക്ക് തിരിയാൻ കുറേ നാളുകളെടുത്തു. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പത്രത്തിൽ വായിച്ചു, ഒരു മനുഷ്യന്റെ കണ്ണ് അയാളുടെ മരണശേഷം 6 മണിക്കൂറിന് ശേഷം എടുത്താലും മറ്റൊരു ശരീരത്തിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുമെന്ന്. ഒരാൾ അവരുടെ കണ്ണ് ഒരു ആശുപത്രിക്ക് ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് വസിയത്ത് ചെയ്തു എഴുതി വെച്ചു. അതിൻ്റെ മസാലയല്ല ഞാനിപ്പോൾ പറയുന്നത്. അങ്ങനെ അയാളുടെ മരണം സംഭവിച്ചാൽ ആ സ്ഥാപനത്തെ ഇവർ വിവരമറിയിക്കുന്നു. ഉടനെ ആ സ്ഥാപനത്തിൻ്റെ ഏറ്റവും അടുത്ത യൂണിറ്റിൽ നിന്ന് അതിൻ്റെ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. ആ എടുക്കുന്നത് 6 മണിക്കൂറിൻ്റെ ഉള്ളിലാണ്. ഇയാൾ മരണപ്പെട്ട 6 മണിക്കൂറിൻ്റെ ഉള്ളിലാണെങ്കിൽ തന്നെ അത് മറ്റൊരു ശരീരത്തിൽ ഘടിപ്പിച്ച് അത് പ്രവർത്തന യോഗ്യമാക്കാൻ കഴിയുന്നു. എന്ന് വെച്ചാൽ ഇദ്ദേഹം മരണപ്പെട്ടിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ടും കണ്ണിന് ജീവനുണ്ടെന്നർത്ഥം. അവസാനം റൂഹ് വിട പറയുന്നത് കണ്ണിനോടാകുന്നു. ആ കണ്ണുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹം കുറച്ചൊന്നുമല്ല. നാം ഒരാളെ കാണുന്നു, ആ ആളെ കാണുമ്പോൾ അയാളെ അറിയുന്നു, മറ്റൊരാളെ കാണുമ്പോൾ അറിയുന്നു. ഇങ്ങനെ 1000കണക്കിന് 10000കണക്കിന് ആളുകളെ കാണുമ്പോൾ ഇത് നേരത്തെ കണ്ട ആളല്ല, ഇത് മറ്റൊരാളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വലിയ അനുഗ്രഹമാണ് കണ്ണ്. മഹാനായ ലുക്മാനുൽ ഹക്കീം തങ്ങളുടെ സന്നിധാനത്തിൽ ഒരു സൂഫി പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നു. മഹാൻ അവർകൾ അല്ലെങ്കിൽ തൻ്റെ പ്രതിനിധി അന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ശുക്രിനെ പറ്റിയായിരുന്നു. നിങ്ങൾ അള്ളാഹുവിൻ്റെ ശുക്ർ ചെയ്യണം, അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന് നന്നായിട്ട് നന്ദി ചെയ്യണം, നന്ദി ചെയ്യുന്നത് പോരാ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ആ സദസ്സിലുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം കുറച്ച് പ്രായം കൂടുതലുള്ള ആളാണ്. നിവർന്നു നിൽക്കാൻ കഴിയുന്നില്ല, വളഞ്ഞ ശരീരമാണ്. അദ്ദേഹം ശ്വാസം അയക്കുമ്പോൾ എല്ലിങ്ങനെ പൊന്തുകയും താഴുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണിങ്ങനെ ഉള്ളിലേക്ക് തള്ളി ഊർന്നിരിക്കുന്നു. വളരെയേറെ ക്ഷീണമുണ്ട്. ഉറക്കം അടുത്ത കാലത്തൊന്നും കിട്ടിയ ലക്ഷണം മുഖത്തില്ല. ഇങ്ങനെ ക്ഷീണിതനായ മനുഷ്യൻ ആ പ്രഭാഷകനോടൊരു സംശയം ചോദിച്ചു. ഓ ഉസ്താദെ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ ശുക്ർ ചെയ്യണം ശുക്ർ ചെയ്യണം എന്നിങ്ങനെ നിരന്തരം പറയുന്നുവല്ലോ, എന്നെക്കുറിച്ചാണ് എൻ്റെ ചോദ്യം. എനിക്ക് അന്തി ഉറങ്ങാൻ വീടില്ല. ഞാൻ എന്നും അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമാണ്. എന്നോടൊരു നല്ല വാക്ക് പറയാൻ ഒറ്റ മനുഷ്യനും തയ്യാറില്ല. എന്നെ കണ്ടാൽ വഴിമാറിപ്പോകുന്നവരാണ് അധിക ആളുകളും. എന്നോട് ഒരു സുഖവിവരമൊന്ന് അന്വേഷിക്കാൻ ഒരാളെ കിട്ടിയാൽ മതിയായിരുന്നു. ചുരുക്കത്തിൽ ഒരു ഗുണവും എനിക്ക്, ഒരു അനുഗ്രഹം എനിക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് അനുഗ്രഹത്തിനാണ് ഞാൻ നന്ദി ചെയ്യേണ്ടത്? ചോദ്യം. ഈ ചോദ്യം കേട്ടപ്പോൾ ഉസ്താദ് ഒരല്പസമയം നിശബ്ദനായിട്ട് നിന്നു. ഉത്തരമൊന്നും പറയുന്നില്ല. സദസ്സിലെ അധിക ആളുകളും വിചാരിച്ചത് ഉസ്താദ് ഈ ചോദ്യത്തിൻ്റെ മുന്നിൽ
പണ്ട് വാദപ്രതിവാദത്തിൽ പറഞ്ഞ മാതിരി പരിശുദ്ധ ഖുർആന്റെ മുൻപിൽ അൽഫിയ മുട്ടുമടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഖുർആൻ ഇങ്ങനെ നിരന്തരം ഓതുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഏറാബും തെർക്കീബൊക്കെ തെറ്റിച്ചിട്ടാണ് ഓതുന്നത്. അപ്പോൾ അൽഫിയയിലൊരു ബെയ്ത്തി എഴുതിത്തരേ പുറത്തുനിന്ന് സുന്നി പണ്ഡിതൻ. അപ്പോൾ പരിശുദ്ധ ഖുർആന്റെ മുന്നിൽ അൽഫിയ മുട്ടുമടക്കിയിരിക്കുന്നു എന്നല്ലേ എന്ന പോലെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെയാണ് ഉസ്താദ് നെട്ടല നിൽക്കുന്നത് എന്നാണ് അധികം ആളുകൾ മനസ്സിലാക്കിയത്. ചോദ്യം എല്ലാവരും കേട്ടു എന്ന് ഉറപ്പായപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഒന്നുകൂടി നിങ്ങൾ ആ ചോദ്യം ആവർത്തിക്കണം. കാരണം ഈ സദസ്സിലെ എല്ലാവരും അത് കേട്ടിട്ടില്ല, അവരൊന്ന് കേൾക്കട്ടെ. അങ്ങനെ അവരൊക്കെ കേൾക്കുന്ന രൂപത്തിൽ ഇയാൾ ചോദ്യം ആവർത്തിച്ചു. എല്ലാവരും ചോദ്യം കേട്ടു. നിങ്ങളും കേട്ടല്ലോ, കേൾക്കാത്ത ആരുമില്ല. ഉസ്താദ് പറഞ്ഞു, താങ്കൾക്ക് അള്ളാഹു നൽകിയ ഒരൊറ്റ അനുഗ്രഹം അത് ഞാൻ ഇങ്ങോട്ട് പിൻവലിക്കും. അതിന് പകരത്തിൽ നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹം ഞാൻ ഇങ്ങോട്ട് പിൻവലിക്കുമ്പോൾ നിങ്ങൾക്ക് 100 സ്വർണ്ണ നാണയം തരാൻ തയ്യാറുണ്ട്. എങ്ങനെ, നിങ്ങൾക്കത് കബൂലാണോ? നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹം ഞാൻ നിങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് പിൻവലിക്കും, പകരം 100 സ്വർണ്ണ നാണയം തരാൻ തയ്യാറുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ, അത് സ്വീകാര്യമാണോ? എല്ലാവരും കേട്ടു. അയാൾ പറഞ്ഞു, സംഗതി തിരിയാതെ പറഞ്ഞു പെടരുതല്ലോ, അതുകൊണ്ട് അതൊന്ന് വ്യക്തമാക്കി തരണം. നിങ്ങളുടെ ഈ മറുചോദ്യം എനിക്ക് വേണ്ടതുപോലെ തിരിഞ്ഞിട്ടില്ല. പണ്ട് കൂറ്റമ്പാറ ഉസ്താദ് പറഞ്ഞ പോലെ ഹക്കീക്കത്തും മാഹിയത്തും അറിയാതെ സംസാരിച്ചാൽ ഞാൻ കുടുങ്ങിയതുപോലെ കുടുങ്ങുന്നറിഞ്ഞു മൂപ്പര്. എന്നിട്ട് പറഞ്ഞു, നന്ദിയിൽ നിന്ന് മുത്തഅല്ലിമായിരിക്കുന്ന കാലത്ത് ഞങ്ങൾ മുത്തഅല്ലിമുകൾ കോഴിക്കോട്ട് വന്നപ്പോൾ കാര്യാട്ട് കുഞ്ഞമ്മദാജിയെ കണ്ടു. കാര്യാട്ട് കുഞ്ഞമ്മദാജി ഞങ്ങളെ മുത്തഅല്ലിമുകളെ എല്ലാവരെയും കൊണ്ടുപോയിട്ട് ഒരു ഹോട്ടലിൽ കയറ്റി എല്ലാവർക്കും പൊറാട്ടയും ഇറച്ചിയൊക്കെ കൊടുക്കാൻ പറഞ്ഞു, ചായ. എനിക്ക് ഒരു ഓപ്പൺ ചായ വേണമെന്ന് കാര്യാട്ട് കുഞ്ഞമ്മദാജി പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ കൂറ്റമ്പാറ കേട്ടു തരേ മൂപ്പര് പറഞ്ഞു തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇംഗിതായില്ല, നേരിൽ പറഞ്ഞത്. അങ്ങനെ എല്ലാവരും കുടിച്ചു. കൂറ്റമ്പാറ ഉസ്താദ് മനസ്സിൽ കരുതി, ഈ ഓപ്പൺ ചായ കാര്യാട്ട് കുഞ്ഞമ്മദാജിയെ പോലുള്ള മഹാന്മാർ കുടിക്കുന്ന ചായയാണ്, ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും അതൊന്ന് കുടിക്കണം എന്ന് തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് പൈസ അങ്ങനെ ഉണ്ടാക്കി. അങ്ങനെ പൈസക്ക് ആയതിൻ്റെ ശേഷം എത്ര പൈസ ആകുമെന്ന് അറിയില്ലല്ലോ, കുറച്ചധികം പൈസ ആക്കിയിട്ട് ആ ഹോട്ടലിൽ തന്നെ കയറി. എന്നിട്ട് കേഷ്യരോട് ചോദിച്ചു, ഇവിടെ ഓപ്പൺ ചായ കിട്ടുമോ? ഓ കിട്ടു, ഇരിക്കും. ഇരുന്നു. അങ്ങനെ അയാൾ വിളിച്ചു പറഞ്ഞു, ഉസ്താദിനൊരു ഓപ്പൺ ചായ കൊടുക്കും. ഓപ്പൺ ചായ അവിടെ നിന്ന് കൊടുത്തു. മൂപ്പര് ഒരു വലിച്ചിട്ട് പറഞ്ഞു, ഇതിൽ മധുരമല്ല കേട്ടോ. അപ്പോൾ ഉസ്താദ് ഈ ഓപ്പൺ ചായ തന്നെ മധുരം ഉണ്ടാവില്ല. അങ്ങനെയില്ല. അപ്പം ഹക്കീക്കത്തും മാഹിയത്തും അറിയാതെ സംസാരിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതേപോലെ ഇയാൾ പറഞ്ഞു, നിങ്ങളുടെ ഈ മറുചോദ്യം ഉണ്ടല്ലോ, അതിൻ്റെ അകക്കാമ്പ് എനിക്ക് തിരിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരണം. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഈ 2 കണ്ണുണ്ടല്ലോ, അത് ഞാൻ അത് പൊട്ടിക്കും, അതിന് പകരത്തിൽ 100 സ്വർണ്ണ നാണയം തരാൻ തയ്യാറുണ്ട്, നിങ്ങളത് സ്വീകരിക്കുമോ? അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, അത് വേണ്ട, എൻ്റെ 2 കണ്ണിൻ്റെ പകരത്തിൽ നിങ്ങളുടെ 100 നാണയം എനിക്ക് വേണ്ട. പണ്ഡിതന്റെ രണ്ടാമത്തെ ചോദ്യം, എന്നാൽ ഒരു കണ്ണല്ലേ കാഴ്ചക്ക് വേണ്ടതുള്ളൂ, അത് ഞാൻ പൊട്ടിക്കും, അതിന് പകരത്തിൽ ആ ഒരു കണ്ണിന് പകരത്തിൽ 100 തരാം, എങ്ങനെ, കബൂലാണോ? അല്ല, കബൂലല്ല, എനിക്കതും വേണ്ട. അപ്പം 200-ന് അല്ലെങ്കിൽ അതിനേക്കാൾ അധികരിച്ചതിന് പവന് തുല്യമായ ഒരൊറ്റ അനുഗ്രഹം നിങ്ങളുടെ മുഖത്തുണ്ടെന്ന് തിരിഞ്ഞല്ലോ, ബാക്കി പിന്നെ പറയാം. അപ്പം കണ്ണ് വല്ലാത്തൊരു അനുഗ്രഹമാകുന്നു. കാതിനെക്കുറിച്ച് പറയാനില്ല. ഒരു ശബ്ദം കേട്ടാൽ നാമൊക്കെ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. മുമ്പ് കാലത്ത് ഫോണ് ഇറങ്ങിയ കാലത്ത് എത്ര പറഞ്ഞാലും ആളെ തിരിഞ്ഞിരുന്നില്ല, ആരാ വിളിക്കണത് ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഫോണെടുത്ത് കാതിൽ വെച്ചാൽ സംസാരിച്ച ആൾ ആരാന്ന് ചോദിക്കണ്ട, എത്രാമത്തെ ആൾ സംസാരിച്ചാലും അത് വേറെ ആളാണ്, മറ്റത് വേറെ ആളാണ്, നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. ഇങ്ങനെ കാതിന് അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് ആയിരക്കണക്കിന് ശബ്ദങ്ങളെ വേർതിരിച്ചറിയാനും 10,000-കണക്കിന് ആളുകളുടെ ശബ്ദം കേട്ടുകൊണ്ട് ആ ശബ്ദം ഇന്ന ആളുടെ വായിൽ നിന്ന് വരുന്നതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നു. നാക്കിനെ പറ്റി പറയണോ? നാക്ക് വല്ലാത്ത അനുഗ്രഹമല്ലേ. ആ നാക്ക്
പല്ലിൻ്റെ ഒരു ഭാഗത്തേക്ക് തട്ടിക്കുമ്പോൾ ഒരു ശബ്ദമുണ്ടാകുന്നു, മറ്റൊരു ഭാഗത്തേക്ക് മുട്ടിക്കുമ്പോൾ വേറൊരു ശബ്ദമാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ നിരന്തരം അത് ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു സമയത്ത് ഒരു അക്ഷരം മാത്രമേ മനുഷ്യവായിൽ നിന്ന് പുറപ്പെടുന്നുള്ളൂ. അതിങ്ങനെ കൂടിയിട്ട് വാക്കുകളായി മാറുന്നു, വാക്കുകൾ വാചകങ്ങളായിട്ട് മാറുന്നു. ഈ ഹൃദയത്തിലുള്ള കാര്യങ്ങളൊക്കെ അപരനെ കേൾപ്പിക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ഈ നാക്ക് കൊണ്ട് കഴിയുന്നു. പക്ഷെ വലിയ അപകടകാരിയാണ് നാവ്. ആ അപകടം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ അള്ളാഹു അതിനെ 2 മതിൽക്കെട്ട് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. അതിലെ ഒരു മതിൽക്കെട്ട് പല്ലാകുന്ന മതിൽക്കെട്ടാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള ഭിത്തിയാണത്. അത്ര ഉറപ്പുള്ള മറ്റൊന്ന് മനുഷ്യന്റെ ശരീരത്തിലില്ല. അതിന് പുറമെ മറ്റൊരു മതില്, ചൂണ്ടാകുന്ന മതില്. ഇങ്ങനെ 2 മതിൽ കൊണ്ട് അതിനെ ബന്ധാക്കിക്കൊണ്ട് താമസിപ്പിക്കുന്നു. കാരണം അത്രമേൽ അപകടകാരിയാണ് ഈ നാവ്. ഈ നാവിനാണെങ്കിലോ എല്ലും അസ്ഥിയും ഒന്നും തന്നെയില്ല. മനുഷ്യ ശരീരത്തിൽ നിങ്ങൾ തപ്പി നോക്കൂ, എല്ലാ സ്ഥലത്തും എല്ലുണ്ടാകും. ഈ ചെവി പോലത്തെ സ്ഥലം ഇങ്ങനെ നോക്കിയാൽ എല്ലില്ലെങ്കിലും അസ്ഥിയുണ്ടാകും. മനുഷ്യന്റെ ശരീരത്തിലെ ചില സ്ഥലത്ത് ആവശ്യമായ സമയത്ത് മാത്രം എല്ലുണ്ടാകും, പിന്നെ എല്ലുണ്ടാവില്ല. അങ്ങനെയും ഉണ്ട് അംഗങ്ങൾ. എന്നാൽ ഈ നാവിന് ഒരിക്കലും എല്ലുണ്ടാകുന്നില്ല, അസ്ഥി ഉണ്ടാകുന്നില്ല. പക്ഷേ ആ അംഗം കൊണ്ടാണ് ഏറ്റവും വലിയ അപകടമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിനെ 2 മതിൽക്കെട്ട് കെട്ടിയിട്ട് പാർപ്പിച്ചു. അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് നാവ്. പല്ലിനെ പറ്റി പറയാനില്ല. പല്ലില്ലെങ്കിലല്ലേ പല്ലിന്റെ ഗുണം തിരിയാം. ഇപ്പം നിങ്ങൾ ഈ കടിച്ചുകൊണ്ടിരിക്കുന്ന അപ്പുണ്ടല്ലോ, പരിപ്പുവട, അത് ഈ പല്ലില്ലാത്തവരാണെങ്കിൽ അതിങ്ങനെ വിഴുങ്ങേണ്ടി വരും. ഗുളിക വിഴുകുന്നത് പോലെ അതിൻ്റെ രുചി അറിയാൻ കഴിയില്ല. അപ്പോൾ വായിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ തുപ്പുനീരുമായിട്ട് കലർന്നിട്ട് കിട്ടുന്ന ആ രുചി, ആ ഇറങ്ങിപ്പോകുമ്പോഴുണ്ടാകുന്ന മഹാരുചി, അതറിയണമെങ്കിൽ പല്ല് വേണം. അത് കുഞ്ഞിൻ്റെ 8ാം മാസത്തിൽ ഇങ്ങനെ മെല്ലെ വരാൻ തുടങ്ങുന്നു. ഹോമിയോ ഡോക്ടറുടെ ഗുളിക പോലെ, പിച്ചകപ്പൂവിൻ്റെ മൊട്ട് പോലെ വെള്ള നിറത്തിൽ അല്പാൽപമായിട്ട് ഇങ്ങനെ വരുന്നു. അത് താഴെ വരിയിലില്ല, മേലെ വരിയിൽ മാത്രമേ ആദ്യം വരുന്നുള്ളൂ. കുറെ കഴിഞ്ഞതിന് ശേഷം 2 വയസ്സോളമാകുമ്പോഴാണ് താഴെ വരിയിലും കൂടിയിട്ട് പല്ല് വരുന്നത്. ആ പല്ല് വന്നാൽ എന്തേ നേരത്തെ വരാതിരിക്കാൻ കാരണം? നേരത്തെ വരുമ്പോൾ അതിൻ്റെ ഉമ്മക്ക് അതിൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കാൻ കഴിയില്ല. അമ്മിഞ്ഞ പാല് കൊടുക്കാൻ ലോകത്തൊരൊറ്റ പെണ്ണിനും കഴിയില്ല. അള്ളാഹു വളരെ സൂക്ഷ്മമായിട്ട് ആ കുഞ്ഞിൻ്റെ പല്ല് കൃത്യമായ സമയത്ത് മാത്രം വരുത്തി. അതിങ്ങനെ വായിലൊക്കെ നിറഞ്ഞു. ആ നിറഞ്ഞതിന് ശേഷം അതിനൊരു നിശ്ചിതമായ വളർച്ച എത്തിയപ്പോൾ ആ വളർച്ച അവിടെ നിർത്തി. നേരെ മറിച്ച് ഈ മുടി പോലെ വളരുന്നതാണ് പല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? താഴെ വരിയിലെ പല്ലിങ്ങനെ വളർന്നു വന്നിട്ട് ഈ കാണുന്ന മേലാപ്പും ബൾബുമൊക്കെ താഴേക്ക് തള്ളിയിടും. മേലെ വരിയിലെ പല്ലിങ്ങനെ ഈ ഇരിക്കുന്ന ക്യാമ്പംഗങ്ങളൊക്കെ താഴേക്ക് വലിച്ചു കൊണ്ടുപോകും. ഇങ്ങനെയുള്ളൊരവസ്ഥ, വികൃതമായ അവസ്ഥയുണ്ടാകുമായിരുന്നു. പക്ഷേ അള്ളാഹു അതിനെയൊക്കെ കൃത്യമായിട്ട് സൃഷ്ടിക്കുകയും അതിൻ്റെ കൃത്യസമയത്ത് അതിൻ്റെ വളർച്ച നിർത്തുകയും ചെയ്തു. എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹു നമുക്ക് നൽകി. ഈ നൽകിയതൊക്കെ, ആ അനുഗ്രഹങ്ങളൊക്കെ വിനിയോഗിക്കേണ്ടത് ബുദ്ധിപരമായിട്ടാകുന്നു. ആ കൽബ് അതിനെ നേരെയാക്കി, കൽബ് നല്ല നിർദ്ദേശം നൽകിക്കൊണ്ടാണ് അതിനെയെല്ലാം വളർത്തിയെടുക്കേണ്ടത്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ കൽബിൻ്റെ അവസ്ഥകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചത്. അമ്മാറത്ത് എന്ന ഒരു സ്വഭാവം കൽബിനുണ്ട്. ലവ്വാമത്ത് എന്നൊരവസ്ഥ കൽബിനുണ്ട്. റാളിയത്തും മർളിയത്തുമാകുന്നത് കൽബാകുന്നു. മുത്മഇന്നത്ത്, ശാന്തമായ അവസ്ഥ, ഇതും ഹൃദയത്തിനുള്ളതാകുന്നു. മനുഷ്യ മനസ്സിന് സാധാരണയുള്ളത് അമ്മാറത്താകുന്നു. അമ്മാറത്ത് എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യങ്ങളെ കൽപ്പിക്കുകയും അത് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാകുന്നു. ഇഹ്യാ ഉലൂമുദ്ദീനിൽ നാം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, വഇൻ തറക്കത്തിൽ ഇഅ്തിറാള വഅദ്അനത് വഅതാഅത് ലിമുഖ്തള അശ്ശഹവാതി വദവാഇ ശൈത്വാനി സുമ്മിയത്തിൻ നഫ്സു അൽ അമ്മാറത് ബിസ്സൂ. അതിന് തെളിവായിട്ട് പറഞ്ഞു, വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ. എന്താ പറഞ്ഞത്?
മനുഷ്യന്റെ നഫ്സ്, ഹൃദയം ചോദ്യമൊന്നും ചെയ്യാതെ ഏത് കാര്യമാണോ അവൻ്റെ മുന്നിലേക്ക് വരുന്നത് ആ കാര്യമൊക്കെ യഥേഷ്ടം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നന്മയും തിന്മയും വേർതിരിവില്ലാതെ അവന് ബോധിച്ചത്, അവൻ ഇഷ്ടപ്പെട്ടത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നു, സമ്മതിച്ചു കൊണ്ടിരിക്കുന്നു. ലി മുഖ്തള ശഹവാത്തി, അവൻ്റെ ദുരാഗ്രഹങ്ങൾ തേടുന്നതേതോ അതിനനുസരിച്ച്. അപ്പൊ കണ്ണ് അങ്ങോട്ട് നോക്കണമെന്ന് പറയുമ്പോൾ ആ ഹൃദയം കണ്ണിനെ അങ്ങോട്ട് തന്നെ വിട്ടുകൊടുക്കുന്നു, വേണ്ടാത്തരത്തിലേക്ക് നോക്കുന്നു. അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പാടില്ല, കാത് കൊടുക്കാൻ പാടില്ല എന്ന ഭാഗത്തേക്ക് കാത് കൊടുക്കാതിരിക്കുന്നില്ല, മറിച്ച് ആ വൃത്തികെട്ടത് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. സംസാരിക്കരുതെന്ന് പറഞ്ഞത് അവൻ ഒഴിവാക്കാതെ അവൻ്റെ ഹൃദയം ആ വേണ്ടാത്തരത്തിന് കീഴ്പ്പെട്ടിട്ട് മുഖ്തള ശഹവാത്തി, ആ ദുരാഗ്രഹങ്ങളുടെ തേട്ടത്തിനനുസരിച്ച് അവൻ വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദവാഇ ശൈത്വാനി, പിശാചിന്റെ പ്രേരണകളിൽ നിന്നും ഒഴിവാകുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ സുമ്മിയത്തിൻ നഫ്സു, ആ മനസ്സിന്റെ പേര് അൽ അമ്മാറത്ത ബിസ്സു എന്നാകുന്നു. ഫആലു വസ്നാണല്ലോ. തെറ്റായ കാര്യങ്ങളെ കൊണ്ടേ കൽപ്പിക്കുന്നുള്ളൂ, തെറ്റായ കാര്യങ്ങളെ കൊണ്ട് വളരെയേറെ കൽപ്പിക്കുന്നതായ മനുഷ്യ മനസ്സ്. ഇതാണ് ഒരു അവസ്ഥ. വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സു. സൂറത്ത് യൂസുഫിൽ അല്ലാഹു തആല പറഞ്ഞു, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വിനീത സ്വഭാവം സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണത്. യൂസുഫ് നബി മാസൂമായ നബിയാണ്, തന്നിൽ നിന്നൊരു തെറ്റുമുണ്ടായിട്ടില്ല, തെറ്റുണ്ടാവുകയുമില്ല. തൻ്റെ വിനീതമായ ആ നല്ല സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞാണ് വമാ ഉബരിഉ നഫ്സി, എൻ്റെ നഫ്സിനെ ഞാൻ മാറ്റി നിർത്തുന്നില്ല. ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സു, എല്ലാ മനസ്സുകളും ആ മനസ്സിൻ്റെ വൃത്തികേടുകളിലേക്ക് വളരെയേറെ കൽപ്പിക്കുന്നതും അതിനനുസരിച്ച് നടക്കുന്നതുമാകുന്നു. എന്ത് പറഞ്ഞത് അത് സൂചിപ്പിക്കാനാണ്. രണ്ടാമത്തെ ഒരു അവസ്ഥയാണ് ലവ്വാമത്ത് എന്ന അവസ്ഥ. ലവ്വാമത്ത്, ലാമ എന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ചു എന്നാണല്ലോ. അതെന്താ സംഭവം? അത് ഫഇദാലം യതിമ സുകൂനുഹ വലാകിന്നഹ സാറത് മുദാഫിഅതൻ ലിന്നഫ്സ് ശഹവാനിയതി സുമ്മിയത്തി നഫ്സു അൽ ലവ്വാമ ലിഅന്നഹ തലൂമു സാഹിബഹ ഇൻദ തഖ്സീരിഹി ഫി ഇബാദത്തി മൗലാ. നഫ്സിന് വേണ്ടതുപോലുള്ള ഒരടക്കം ഒതുക്കൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ തന്നെ നഫ്സിന്റെ ശഹവാനിയായ ദുരാഗ്രഹങ്ങളാകുന്ന പൂതികളൊക്കെ പ്രതിരോധിക്കുന്നുണ്ട്, അതിന് തടസ്സം നിൽക്കുന്നുണ്ട് മനസ്സ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അവൻ്റെ മനസ്സ് പറയുന്നുണ്ട്. കുറെയൊക്കെ ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അംഗങ്ങളെ മാറ്റി നിർത്താൻ ഈ മനസ്സ് വല്ലാതെ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അതിന് ലവ്വാമത്ത് എന്ന് പറയുന്നു. മനസ്സിൻ്റെ തെറ്റായ കാര്യങ്ങളെ അത് ആക്ഷേപിക്കുകയും അതിൽ നിന്ന് മനസ്സിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അതിന് ലവ്വാമത്ത് എന്ന് പറയുന്നു. നാം തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അത് ചെയ്യരുതെന്നൊരു മനസ്ഥിതി ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിൻ്റെ ലവ്വാമത്ത് എന്ന് പറയുന്നു. എന്നാൽ ഇതൊന്നുമല്ല യഥാർത്ഥം. യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് മുത്മഇന്നത്തായ ഹൃദയമാകുന്നു. മുത്മഇന്നത്തായ ഹൃദയം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ദുർഗുണങ്ങളൊക്കെ മാറ്റി, ഗളബ് എന്നൊരു സ്വഭാവം മനുഷ്യനുണ്ട്, എടുത്തുചാട്ടവും ദേഷ്യമൊക്കെ, അതിനെ നിയന്ത്രിച്ചു. എന്ത് കണ്ടാലും അവന് ദേഷ്യം വരുന്നില്ല എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ അവൻ അതിനോട് അനിഷ്ടം കാണിക്കേണ്ടതുണ്ട്, അതിനോട് വെറുപ്പുണ്ടാകേണ്ടതില്ല എന്നല്ല. ഇമാം നശാഫി തങ്ങൾ പറഞ്ഞു, മനിസ്തുഗളിബ ഫലം യഗ്ളബ് ഫഹുവ ഹിമാറുൻ. ദേഷ്യം പിടിക്കേണ്ട ഒരു കാര്യമുണ്ടായിട്ട് അവൻ ദേഷ്യം പിടിക്കാതെ ഇങ്ങനെ ഇളിച്ചിരിക്കുകയാണ്, എന്നാൽ അവൻ ഫഹുവ ഹിമാറുൻ, അവൻ കഴുതയാകുന്നു, ബുദ്ധിയില്ലാത്തവനാകുന്നു. അതല്ല, അനങ്ങിയാൽ ദേഷ്യം, നന്മയോടൊക്കെ അവന് ക്രോധം, ഇങ്ങനെയുള്ള സ്വഭാവത്തിൽ നിന്ന് അവൻ്റെ മനസ്സിനെ അവൻ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പിശാചിന്റെ സ്വാധീനം അവനിൽ ഉണ്ടാകാൻ പാടില്ല. ശഹവാത്തുകളൊക്കെ മാറ്റി നിർത്തേണ്ടതുണ്ട്. ഇതിനാണ് മുജാഹദത്തുൻ നഫ്സ് എന്ന് പറയുന്നത്. നഫ്സിനോടുള്ള പോരാട്ടം അത് അനിവാര്യമാകുന്നു. നഫ്സിനെ തോൽപ്പിക്കേണ്ടതുമുണ്ട്. കാരണം റസൂലുള്ള പറഞ്ഞല്ലോ, ആയതാ അദുബിക നഫ്സുകല്ലതി ബൈന ജംബൈക്. നിന്റെ ഏറ്റവും വലിയ ശത്രു ആരാന്നറിയോ? അത് നിന്റെ
ഈ നെഞ്ചലിൻ്റെ ഉള്ളിലുള്ള ആ ഹൃദയമാകുന്നു. അതിനോടാണ് ഏറ്റവും വലിയ പോരാട്ടം നീ നടത്തേണ്ടത്. അപ്പം മനുഷ്യൻ ഏറെ പോരാടേണ്ടത് അവൻ്റെ മനസ്സിനോടാകുന്നു. മനുഷ്യൻ്റെ ദുർഗുണങ്ങളൊക്കെ മാറ്റുന്നതിനാണ് അവൻ കഠിനാധ്വാനം നടത്തേണ്ടത്. ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യനാകുന്നത് ഈ പറയപ്പെട്ട ദുർഗുണങ്ങളൊക്കെ മാറ്റുമ്പോഴാണ് മനുഷ്യനായി തീരുന്നത്. ഫഇദാ സകനത് തഹ്തൽ അംരി വസായലഹൽ ഇൽതിറാബ് ബിസബബി മുആറദത്തി ശഹവാത്തി സുമിയത്തി നഫ്സുൽ മുത്മയിന്ന. മനുഷ്യൻ അവൻ്റെ ദുർഗുണങ്ങളൊക്കെ നീക്കി അവനൊരു സമാധാന അവസ്ഥ വന്നു എന്ന് വെച്ചാൽ അവൻ പറയുന്നത് പോലെ അവൻ്റെ അംഗങ്ങളൊക്കെ അനുസരിക്കുന്നു. അവൻ ദുർഗുണങ്ങളൊക്കെ മാറ്റി നന്മകളൊക്കെ അവൻ്റെ ശീലമാക്കി മാറ്റി. ഇങ്ങനെ വരുമ്പോൾ നല്ലതിലേക്കൊക്കെ അവന് താല്പര്യമുണ്ട്. അവൻ്റെ ഹൃദയത്തിന് വേണ്ടാത്തരത്തിലേക്കുള്ള ആവേശം അവനിൽ നിന്ന് സായലത്തത് നീങ്ങിപ്പോയിരിക്കുന്നു. ശഹവാത്തിനോട് ഏറ്റുമുട്ടിയതാണ് കാരണം. ഇങ്ങനെ വരുമ്പോൾ അവൻ്റെ നഫ്സിന് പേര് പറയപ്പെടുക അൽ മുത്മഇന്നത്ത് എന്നാകുന്നു, ശാന്തിയുള്ള സമാധാനമുള്ള ഹൃദയം. ആ ഹൃദയമല്ലേ നമുക്ക് വേണ്ടത്? ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് അതാണ് സൂചിപ്പിച്ചത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ശാന്ത സമാധാനമുള്ള ഹൃദയമേ, ഇർജിഇ ഇലാ റബ്ബികി, നിന്റെ റബ്ബിലേക്ക്, നിന്നെ പടച്ച നാഥനിലേക്ക് നീ മടങ്ങൂ. റാളിയതൻ മർളിയ, നീ അള്ളാഹുവിൻ്റെ സവാബിനെ, പ്രതിഫലത്തെ തൃപ്തിപ്പെട്ടവനായിട്ടാകുന്നു. നിന്നോട് അള്ളാഹുവിനും താല്പര്യമുണ്ട്. ആ നിലക്ക് സന്തുഷ്ടനായിട്ട് പുറപ്പെടൂ. ഫദ്ഖുലി ഫീ ഇബാദി, എൻ്റെ സൽജനങ്ങളിൽ നീ ഉൾപ്പെടൂ. വദ്ഖുലി ജന്നതി, അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറ് ചെയ്ത ലോകത്തേക്ക് പ്രവേശിക്കൂ. ഇത് മനുഷ്യനോട്, നല്ല മനുഷ്യനോട്, ഈ പറയപ്പെട്ട തുമഇനീനത്തുള്ള മുത്മഇനത്തായ ഹൃദയമുള്ള മനുഷ്യനോട് അവൻ്റെ മരണവേളയിൽ പറയപ്പെടുന്നു. അവൻ്റെ ഖബറിൽ പ്രവേശന നേരത്തും പറയപ്പെടുന്നു. മഹ്ശറിൽ വെച്ചും അവനോട് പറയപ്പെടുന്നു, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. പരിപൂർണമായ തൃപ്തികരമായ രൂപത്തിലാണ് നിന്റെ ജീവിതമുണ്ടായിട്ടുള്ളത്. പാകപ്പെട്ടതായ മനസ്സാണ് നിനക്കുള്ളത്. അതുകൊണ്ട് നീ സമാധാനത്തോടുകൂടെ വരൂ. നിനക്ക് വേണ്ടി, സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ എന്ന് പറയപ്പെടും. അർഹമുർ റാഹിമീനായ അള്ളാഹു ആ ശാന്തമായ സുന്ദരമായ ഹൃദയം നമുക്ക് പ്രദാനം ചെയ്യുകയും നമ്മുടെ ഹൃദയത്തിലെ വേണ്ടാത്തരങ്ങളൊക്കെ മാറ്റിത്തന്ന് അതിനെ വിശുദ്ധീകരിച്ച് നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും അങ്ങനെ മരണനേരത്ത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന ആ മഹത്തായ വാചകം കേട്ടുകൊണ്ട് മരണമടയാനും ഖബറിലേക്ക് ആ വാചകം കേട്ടുകൊണ്ട് പ്രവേശിക്കാനും സ്വർഗലോകത്തെത്തുമ്പോൾ ആ വാചകത്തിൻ്റെ ആ കൽപ്പനക്ക് വഴിപ്പെട്ട് സ്വർഗലോകത്തേക്ക് പ്രവേശിക്കാനും നമുക്ക്, നമ്മോട് ബന്ധപ്പെട്ടവർക്ക്, നമ്മുടെ ഒരുമിച്ച് കൂടലിന് കാരണമായവർ ആരൊക്കെയുണ്ടോ, സഹായികൾ ആരൊക്കെയുണ്ടോ, അവർക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മോട് വസിയ്യത്ത് ചെയ്തവർക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ ഈ വിശാലമായ വിഷയം വളരെ ചുരുക്കി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളുടെയൊക്കെ ദുആ ഉണ്ടായിരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.